ഇദ്ദേഹം തന്റെ മകനെ കാണാതായെന്ന് പറഞ്ഞ് തെറ്റായ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നു. ഹൃദയം തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ലേബൽ കാണുന്നു. അതിൽ തെറ്റായ തീരുമാനമെടുക്കുന്നതിന് മുൻപ് അവസാനമായി ഞങ്ങൾക്കൊരു ചാൻസ് തരൂ, ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് എഴുതിയിരിക്കുന്നു. അത് കണ്ട അയാൾ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. കോൾ ചെയ്ത് കുറച്ചുനേരം കഴിഞ്ഞതും ഒരു കാർ വരുന്നു. എന്നിട്ട് ഡോറ് തുറന്ന് അദ്ദേഹത്തെ കയറാൻ പറയുന്നു. അകത്ത് കയറി നോക്കുമ്പോൾ ആ കാർ കാണാൻ ഡിഫറന്റ് ആയിട്ടുണ്ട്. ഡ്രൈവർ അദ്ദേഹത്തോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറയാൻ തുടങ്ങിയതും ഒരു റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്യുന്നു. ആക്ച്വലി വൈഫ് മരിച്ചതു മുതൽ അദ്ദേഹം തന്റെ മകനെ വളരെയധികം കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അവനും അച്ഛനോട് വളരെയധികം സ്നേഹമാണ്. അവർ രണ്ടുപേരും ചേർന്ന് കടം വാങ്ങി ചെറിയൊരു റെസ്റ്റോറന്റ് നടത്തി വരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് കടം കൊടുത്തയാൾ കാശ് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയിട്ട് പോകുന്നു. അത് കണ്ട മകൻ അച്ഛൻ കഷ്ടപ്പെടുന്നത് കാണാൻ കഴിയാതെ ഉണ്ടായിരുന്ന കാശ് മുടക്കി വിദേശത്ത് പഠിക്കാനായി പോകുന്നു. പോയ ദിവസം മുതൽ അവന്റെ അടുത്ത് നിന്ന് ഒരു ഫോൺ കോൾ പോലും വന്നില്ല. ഒരു ദിവസം ആ കടം കൊടുത്തയാളെ വഴിയിൽ വെച്ച് കണ്ടതും കുറച്ചു ദിവസത്തിനുള്ളിൽ ആ കാശ് തിരിച്ചു തരാമെന്ന് പറയുന്നു. പക്ഷെ അയാൾ നിന്റെ മകൻ എല്ലാ കാശും തിരിച്ചു തന്നല്ലോ എന്ന് പറയുന്നു. പഠിക്കാൻ പോയ മകന്റെ കയ്യിൽ കാശ് എവിടെ നിന്നാണെന്ന് സംശയിച്ച് സ്കൂളിൽ വന്ന ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ പഠിക്കുന്നതോടൊപ്പം പാർട്ട് ടൈം ആയി ജോലി ചെയ്ത് കാശ് സമ്പാദിച്ചിരുന്നു. ആ കാശ് കടം വാങ്ങിയ ആൾക്ക് കൊടുത്തിട്ട് പഠിക്കാൻ പോകുന്നതായി അച്ഛനോട് കള്ളം പറഞ്ഞ് വിദേശത്ത് ജോലിക്ക് പോയതായി അറിയുന്നു. സംശയം തോന്നി വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ അവന് കിട്ടിയ ഓഫർ ലെറ്റർ അവന്റെ ഡ്രോയറിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. അതിലുണ്ടായിരുന്ന അഡ്രസ് കണ്ട് നേരിൽ പോകാമെന്ന് വിചാരിച്ച് അദ്ദേഹം അവിടേക്ക് വരുന്നു. ആ അഡ്രസ്സിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് പോലും ഉണ്ടായിരുന്നില്ല. അതൊരു ഫേക്ക് അഡ്രസ് ആണ്. ഉടനെ പോലീസിന്റെ അടുത്തേക്ക് വരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത പോലീസ് മകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞ് ആ കേസ് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. ആ വിഷമത്തിലാണ് അദ്ദേഹം തെറ്റായൊരു തീരുമാനമെടുക്കാൻ തുനിഞ്ഞത്. ഇപ്പോൾ ഈ കഥ കേട്ടതും ആ ടാക്സി ഡ്രൈവർ അവനെ കണ്ടെത്തുന്ന ചുമതല ഏറ്റെടുക്കുന്നു. അതിനുശേഷം അതേ അഡ്രസ്സിലേക്ക് മെയിൽ അയച്ച് ജോലി ആവശ്യപ്പെടുന്നു. അയാൾക്കും അതേ കമ്പനിയുടെ ഓഫർ ലെറ്റർ കിട്ടുന്നു. അയാൾ ആ നാട്ടിലേക്ക് വരുന്നു. അവിടെ അയാളെ ഒരു വാനിൽ കയറ്റി കൊണ്ടുപോകുന്നു. അതിനുശേഷം വേറെ വണ്ടികളിൽ മാറി കയറ്റി ഒരു ഉൾപ്രദേശത്തേക്ക് കൊണ്ടുവരുന്നു. പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്ന് അവിടെ ഒരു സ്ഥലത്ത് അടച്ചിട്ട് ഓൺലൈൻ ക്യാഷ് ഗെയിമിന് പ്രോഗ്രാം ചെയ്യിക്കുന്നു. അവസാനം ആ ടാക്സി ഡ്രൈവർ എല്ലാവരെയും അടിച്ചിട്ട് അവനെ രക്ഷിക്കുന്നു. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവന്റെ അച്ഛൻ പരാതി കൊടുക്കാനായി പോയ പോലീസ് ഓഫീസറാണ് ആ ഗ്യാങ്ങിന്റെ ലീഡർ. അവസാനം ടാക്സി ഡ്രൈവറിന്റെ ടീം ആ അച്ഛനെയും മകനെയും ഒന്നിപ്പിക്കുന്നു.